ശരി, ഇപ്പോൾ മുൻ ദേവസ്വം കമ്മീഷണർ RG രാധാകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ RG രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളിയായ ഒരു അനന്ത സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തൽ അതുകൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നതും. അത് കാരണം ഇത് സ്വർണം പൂശാൻ കിട്ടിയത് ചെമ്പുപാളിയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ലെ, ചെമ്പുപാളികള് ആണ് കൊടുത്തെന്ന് പറയുന്നെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അറിയാൻ പറ്റില്ലല്ലോ എന്താണെന്നുള്ളത്. ഇതിനെല്ലാം ആധികാരികമായിട്ട് രജിസ്റ്റർ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ പരിശോധിച്ചാൽ അറിയാമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇത് ഈ സഹയാത്രികൻ പറയുന്നത് ഇത് ചെമ്പുപാളിയാണ് ലഭിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയണ്ടേ? സഹയാത്രികൻ പറഞ്ഞാൽ മതിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി പറയട്ടെ, അതല്ലേ ശരി? ഒന്നത്. രണ്ടാമത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടുത്തെ ഈ കൺസേൺഡ് രജിസ്റ്ററിൽ നോക്കിയാൽ മതിയല്ലോ. രജിസ്റ്റർ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചുരണ്ടി മാറ്റാൻ പറ്റൂലല്ലോ. ഒന്നുകിൽ അപ്പൊ ആ സാധനം അതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. രജിസ്റ്ററിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ കള്ളം പറയാൻ പറ്റൂലല്ലോ. ചേർത്തിട്ടുള്ള സാധനം സ്വർണമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഈ ഇളക്കി എടുക്കുമ്പോഴും സ്വർണമായിട്ട് വേണ്ട എഴുതാൻ. അപ്പൊ പൂശിയ സാധനം ചെമ്പായത് എങ്ങനെയെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ ഇപ്പൊ നിലനിൽക്കുന്നത്. അത് ഈ രജിസ്റ്ററിനകത്ത് എൻട്രി ഇല്ലാത്തതുകൊണ്ടാവാമല്ലോ അങ്ങനെ വന്നത്. രജിസ്റ്ററിനകത്ത് എൻട്രി ഉണ്ടെങ്കിൽ ഒരു ദുരൂഹത തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതെ. അപ്പൊ ഇനിയിപ്പോ അന്വേഷണം നടത്തി, അതായത് ഈ ഇപ്പൊ മല്ലയ്യ പൂശി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ ഇപ്പൊ പല ചാനലുകളിലും വരുന്നുണ്ട് മല്ലയ്യ ഈ ദ്വാരപാലകരുടെ കൂടെ പൂശി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ ചാനലുകളിലും മിക്കവാറും ഒക്കെ പറയുന്നുണ്ട്. ഓരോ ഭാഗത്ത് പറയുന്ന കൂട്ടത്തിൽ ഇതും ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പറയപ്പെടുന്നെങ്കിൽ ഈ സ്വർണം മൊത്തത്തിൽ ചെമ്പാവുമോ? ഒരിക്കലും ആവത്തില്ലല്ലോ. ഇത് ഓരോ ഷീറ്റും ചെമ്പായിട്ടാണ് അവര് മൊത്തത്തിൽ തൂക്കി വെയിറ്റ് ഇട്ട് മകസർ എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, ചെന്നൈയിൽ ഞാൻ പോയപ്പം കാണാൻ സാധിച്ചത് മൊത്തം ചെമ്പ് തന്നെയാണ്. അതിനകത്ത് സ്വർണത്തിന്റെ ഒരു തരി പോലും ഇല്ല. നല്ല പ്യൂരിഫൈ ചെയ്ത ചെമ്പാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. പാർട്ടായിട്ട് 14 പീസാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഇത് ഇപ്പൊ അതിനകത്ത് തെളിയിക്കേണ്ടത് അത്യാവശ്യകതയില്ലേ? അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ RG രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. സനൂപ് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സനൂപ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിച്ചില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുതന്നെയാണ് പൊതുജനവും ചോദിക്കുന്നത്. കാരണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും പലതാണ്. അതെ, ഒരു തരി സ്വർണം പോലും ആ ഇതിൽ ഇല്ലായിരുന്നു, ആ പാളികളിൽ ഇല്ലായിരുന്നു. അല്പമെങ്കിലും സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ തന്റെ മുമ്പിൽ വെറും ചെമ്പായിട്ട് ഈ പാളികൾ വന്നു എന്നുള്ള കാര്യമാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ഇപ്പോഴും മീഡിയ വണ്ണോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വർണം എങ്ങനെ ചെമ്പായി എന്നതിൽ അന്വേഷണം വേണം. അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. അതുമാത്രമല്ല, ഈ അന്നത്തെ രജിസ്റ്റർ അടക്കം പരിശോധിക്കണം. രജിസ്റ്ററിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 1999 വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ ദ്വാരപാലക ശില്പത്തിലും സ്വർണം പൂശിയിരുന്നു. അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ്. അതുകൊണ്ട് അന്ന് ഈ പറയുന്ന പൂശിയ സ്വർണം അതെങ്ങനെ പെട്ടെന്ന് ചെമ്പായി? ഒരു തരി പോലും സ്വർണമില്ലാതെ വെറും ചെമ്പായിട്ടാണ് തന്റെ മുമ്പാകെ വന്നത്. അതേ ചെമ്പ് തന്നെയാണ് കണ്ടതെന്നാണ് പത്മകുമാറും അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറും ഇതിന്റെ സ്പോൺസർമാരായിട്ടുള്ള ഉണ്ണികൃഷ്ണനും പോറ്റിയും അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു സ്പോൺസറായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യം അടക്കം പറയുന്നത്. അപ്പോ ഈ സ്വർണം എവിടെ പോയി, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെമ്പായി? ഇതിലൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനിയിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിജിലൻസ് ചോദ്യം ചെയ്താൽ മാത്രമേ സത്യാവസ്ഥയൊക്കെ പുറത്തു വരുള്ളൂ. എന്തായാലും സത്യാവസ്ഥ പുറത്തു വരണം, പൊതുജനത്തിന് അത് അറിയണം. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് ഒരു അവസാനം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നാൽ മാത്രമേ കഴിയുള്ളൂ. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നാളെ അടിയന്തര യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അത് പറയുമ്പോഴും എന്ന് ഇദ്ദേഹത്തെ അതേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് മുമ്പാകെ ഹാജരാകുമെന്നതിൽ അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ ശനിയാഴ്ച തന്നെ എന്തായാലും വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്.